വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച എൻ്റെ കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തക റോഷ്നി ടീച്ചർ, മനോഹരമായ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു വർഷത്തെ മതബോധന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ശ്രീമതി മേരി ഡയാന സിറിൽ അധ്യക്ഷ പ്രസംഗം നടത്തി. നമ്മുടെ ഇടവകയുടെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന നിഷ്കളങ്കതയുടെയും നിർമ്മലതയുടെയും എല്ലാം പര്യായമെന്ന് പറയാവുന്ന റവറൻഡ് ഫാദർ ബിബിൻ സിറ്റി, ഇഷ്ട അതിഥിയായി എത്തിയ ശ്രീ ആദിത്യ സുരേഷ്, നമുക്കറിയാം ബൈബിളിൽ ഒരു വേർഡ് ഇങ്ങനെയുണ്ട്: ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ബലമുള്ള എന്ന് അഭിമാനിക്കുന്ന കൈകൾക്കും കാലുകൾക്കുമെല്ലാം ബലം തന്ന് എന്താണ് നമ്മളെല്ലാം ഇങ്ങനെ നടത്തുമ്പോൾ നമ്മളെയെല്ലാം ലജ്ജിപ്പിക്കുവാൻ അനവധി നേട്ടങ്ങൾ നെയ്തെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഏറെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരൻ ആദിത്യ സുരേഷ്, ആശംസ പ്രസംഗികരായ സിസ്റ്റർ റോസ്ലി, കുമാരി അബിത ആന്റണി, ശ്രീ ജോൺ ഫെർണാണ്ടസ്, കൃതജ്ഞത അർപ്പിക്കുന്ന സിസ്റ്റർ പൊന്നി. ഈ മനോഹരമായ ഒരു വേളയിൽ ഇവിടെ ഈ മതബോധന വാർഷികവും അതോടൊപ്പം തന്നെ VBSന്റെ സമാപനം എന്ന രീതിയിൽ ക്രമീകരിച്ച ഈ യോഗത്തിൽ പങ്കെടുക്കാനും ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ കാലഘട്ടം വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഞാനറിയാം, നമ്മുടെ ഒരു ഫ്ലെക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്: AI ടീച്ചറെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ വാ, ഞാറമ്മോട് സ്കൂളിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലെക്സ് ഞങ്ങൾ ഒരിക്കൽ വെച്ചിട്ടുണ്ട്. അടുത്ത കാലഘട്ടം ഈ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ ചുവട് വെച്ച് കഴിഞ്ഞു. മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്. നല്ല വെല്ലുവിളികളാണ് ഇന്നത്തെ പേരൻസായ ഇവിടെ വന്നിരിക്കുന്നവരും സമൂഹത്തിലായിരിക്കുന്നവരുമെല്ലാം നേരിടാൻ പോകുന്നത്. പേരന്റിങ് എന്ന് പറയുന്നത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ദൈവത്തിലുള്ള ആശ്രയത്വം കുറഞ്ഞു വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണെന്ന് ഞാൻ പോലും ഭയപ്പെടുകയാണ്. കാരണം ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ചെയ്യാൻ റോബോട്ടും മറ്റ് പല സംവിധാനങ്ങളും വരികയാണ്. അങ്ങനെ ഒരു ആശ്രയത്വം കുറഞ്ഞു വരുംതോറും നമുക്ക് സംഭവിക്കാൻ പോകുന്നതിൻ്റെ വലിയ ഭവിഷ്യത്തുകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ എല്ലാം കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ മാതാപിതാക്കളോട് കുട്ടികൾ അല്പം ക്ഷമിക്കുക, അവരോട് സംസാരിച്ചതിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം കേട്ടോ. എന്തുകൊണ്ടാണ് നമ്മളുടെ കുട്ടികളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ എന്താണ് മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങളെ കമ്പോളവൽക്കരിക്കപ്പെട്ടു, അധികാര വികേന്ദ്രീകരണവും ഗ്രാമസ്വരാജ്യവും എല്ലാം പൊതുവേദികളിൽ വാചകങ്ങൾ ഒതുങ്ങി മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അധാർമികതയുടെ വേരുകൾ ഈ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. നമ്മുടെ ആത്മീയ വളർച്ച എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും വിചിന്തനം ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് നല്ലൊരു പേരന്റ് ആകണോ? നിങ്ങളുടെ കുട്ടി നാടിന്, സമൂഹത്തിന്, ഇടവകയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ടാകണോ? അതിനുള്ള ഒരു മാർഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് മാർഗങ്ങളുണ്ട്, അതിനകത്ത് ഒരു മാർഗം ഞാൻ പറയാം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു മാർഗം, ഒരു യാഗത്തെക്കുറിച്ച് പറയാം. അബ്രഹാം എന്നാരാദ്യം പേര്. അബ്രഹാം എന്ന വാക്കിന്റെ അറിയാം, നിരവധി ജനതകളുടെ പിതാവ്. അബ്രഹാമിനോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, തുടക്കമൊക്കെ നിങ്ങൾക്കറിയാം,
നിന്റെ ഏകപുത്രനായ ഇസ്ഹാക്കിനെ എനിക്ക് വേണ്ടി മോറിയ മലയിൽ പോയി യാഗം അർപ്പിക്കണം. ഏകപുത്രനായ ഇസ്ഹാക്കിനെ എനിക്ക് വേണ്ടി മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം അർപ്പിക്കണം. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുവായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ദൈവം അങ്ങനെ പറഞ്ഞത്? അബ്രഹാം ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ദൈവം ഒരുപാട് പ്ലാൻ ഇദ്ദേഹത്തിലുള്ള ആഗ്രഹം, ഒരുപാട് പ്ലാൻ ഇദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹത്തോട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അബ്രഹാത്തോട് അങ്ങനെ പറഞ്ഞപ്പോൾ അബ്രഹാം എന്താണ് ചെയ്തത്? നീ എന്നോട് പറഞ്ഞിട്ടില്ലേ കടൽ തീരത്തെ മണൽത്തരിവുകൾ പോലെ ഞാൻ നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുമെന്ന്? ചോദിച്ചോ? ഇല്ല. തന്നിട്ട് അബ്രഹാത്തിന് 100-ാമത്തെ വയസ്സിലാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. വാഗ്ദത്തം ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിനിടയിൽ സ്വന്തം ഭാര്യയായ സാറ വേലക്കാരി ദൈവത്തെ സഹായിക്കാനായിട്ട്, ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റാനായിട്ട്, ദൈവത്തെ സഹായിക്കാനായിട്ട് ഒരു വേലക്കാരിൽ ഒരു സന്തതിയെ, ഇസ്മായിൽ സന്തതിയെ ജനിപ്പിക്കാൻ അബ്രഹാത്തിനെ നിർബന്ധിക്കുകയും അങ്ങനെ ഒരു സന്തതി ജനിക്കുകയും ചെയ്തു. നമ്മളൊക്കെ അങ്ങനെ കാത്തിരിപ്പ്, ക്ഷമ ഇല്ലാത്തവരായി വളരുകയാണ്. ഇന്ന് ക്ഷമ നശിച്ച ഒരു യുഗമാണ്. പക്ഷേ ആ സന്തതി കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളറിയാം. നിങ്ങളോട് ഞാൻ പറയാതെ നിങ്ങൾ ചിന്തിച്ചോളൂ. ആ സന്തതി പരമ്പര കൊണ്ട് ഇന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അനുഭവിക്കുന്നത്, ഇപ്പോൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ വേണ്ടി കാത്തിരിത 100 വയസ്സായി. യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ട ആ സമയമൊക്കെ കഴിഞ്ഞു. ടെൻഷനായി. അന്നേരമാണ് ഇങ്ങനെ ഒരു ബുദ്ധി അവർക്ക് തോന്നിയത്. ആ കുഞ്ഞിനെ കൊടുത്തിട്ട് കുറച്ചു നാൾ കഴിഞ്ഞിട്ട് യാഗം അർപ്പിക്കാൻ പറയുക. ശ്രദ്ധിക്കണേ. യാഗം അർപ്പിക്കാൻ പോയപ്പോൾ അബ്രഹാം മറുതലിച്ച് ചോദിക്കാൻ നമ്മളാണ് ചോദിക്കുക, എന്താ നീ എനിക്ക് വാഗ്ദത്തം ചെയ്ത സന്തതിയല്ലേ, കടൽ തീരത്തെ മണൽത്തരികൾ പോലെ സന്തതികൾ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് തന്നിട്ട് കൊന്നുകളയാൻ പറയുന്നത് അല്ലെങ്കിൽ കൊല്ലാൻ പറയുന്നത് ശരിയാണോ? എന്തും വേണ്ടി ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അബ്രഹാം അതുവല്ലോ ചോദിച്ചോ? നേരെ കൊണ്ടുപോയി. ആ പോകുന്ന വഴിക്ക് മാതാപിതാക്കളെ, നിങ്ങൾ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക, നിങ്ങളും കുഞ്ഞും എന്നുള്ള ബന്ധത്തിലേക്ക് ചിന്തിക്കുക. ആ പോകുന്ന വഴിക്ക് ആ പിതാവിന്റെ, അബ്രഹാം എന്ന പിതാവിന്റെ പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ആ പിതാവിന്റെ വേദന എത്ര ഭയങ്കരമായിരിക്കും. സ്വന്തം മോനെ അല്ലെ യാഗമർപ്പിക്കാൻ പോകുന്ന ആ പോക്കുണ്ടല്ലോ, തകർന്ന് തരിപ്പണമായി കാണത്തില്ലേ? മാനസികമായിട്ട് പോകുകയാണ്. പോകുന്ന വഴിക്ക് മകൻ ചോദിക്കുന്നുണ്ട്, അപ്പാ യാഗമർപ്പിക്കാനുള്ള മൃഗം എവിടെ, ആടെവിടെയാണ്? വീണ്ടും ആ ചോദ്യം കേൾക്കുമ്പോൾ ആ പിതാവിന്റെ പൊസിഷനിൽ നിൽക്കുന്ന അബ്രഹാത്തിന്റെ ഹൃദയം തകരുകയാണ്. പോകുന്ന വഴിക്ക് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, അപ്പാ യാഗമർപ്പിക്കാനുള്ള ആടെവിടെ അല്ലെങ്കിൽ മൃഗം എവിടെ എന്നുള്ള ചോദ്യം. പറയാണ് ദൈവം തരും. അവനറിയാം ഞാൻ ഇവനെയാണ് യാഗം അർപ്പിക്കാൻ പോകുന്നതെന്ന് അറിയാം. ആ മകന്റെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തകരുന്ന ഒരു പിതാവിന്റെ ഹൃദയം അബ്രഹാമിൽ നമ്മൾ കാണുന്നു, നമ്മളത് അനുഭവിക്കുന്നു. കൈകൾ കെട്ടി യാഗപീഠ കാലുകൾ കൂട്ടിക്കെട്ടുമ്പോഴും ആ തേങ്ങുന്ന ഹൃദയം, വിലപിക്കുന്ന ഹൃദയം നമ്മൾ കാണുന്നു. യാഗപീഠത്തിൽ മേൽ കടത്തി വാളെടുത്ത് അല്ലെങ്കിൽ ആയുധമെടുത്ത് വെട്ടുവാൻ ഒരുങ്ങുമ്പോഴും നോർത്തേ എന്തൊരു ഭയാനകം, എന്തൊരു വേദനാജനകമായിരുന്നു അനുഭവം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായ. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, ഇതാ ദൈവം തന്നു അല്ലേ, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകണം, ദൈവമാണ് എനിക്കിതെല്ലാം തന്നത്. യാഗമർപ്പിക്കാനായിട്ട് വാളെടുത്തവൾ അബ്രഹാം, മകന്റെ മേൽ കൈകൾ വെക്കരുത്, മകന്റെ മേൽ അല്ലേ നിനക്ക് യാഗമർപ്പിക്കാനുള്ളത് ഒരു മുൾപ്പടർപ്പിനല്ലേ, മുൾച്ചെടികൾക്കിടയിലുള്ള ആടുകിടപ്പമുണ്ട്, അതിനെ എടുത്ത് യാഗമർപ്പിക്കൂ എന്നുള്ളതാണ് കഥ. യഥാർത്ഥത്തിൽ അബ്രഹാം യാഗമർപ്പിച്ചോ? പറ, അബ്രഹാം യാഗമർപ്പിച്ചോ? അബ്രഹാത്തിന് യാഗം അർപ്പിക്കേണ്ടി വന്നോ? നമ്മൾ നോക്കുമ്പോൾ അബ്രഹാം യാഗം അർപ്പിച്ചിട്ടില്ല. പക്ഷേ അബ്രഹാം യഥാർത്ഥത്തിൽ യാഗം അർപ്പിച്ചു. അവന്റെ ഹൃദയത്തിൽ അത് സംഭവിച്ചു. ഹൃദയത്തിൽ ഉറച്ച തീരുമാനമെടുത്തു,
അവൻ ആ തീരുമാനം എടുത്തപ്പോൾ, അവൻ അതിനകത്ത് മനസ്സ് കാണിച്ചു എന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, ബാലന്റെ മേൽ കൈവെക്കണ്ട എന്ന് പറഞ്ഞു. ഹൃദയത്തിൽ ആ യാഗമുണ്ടായി. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ, മക്കളെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം. നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. നമുക്കുണ്ട്, അവനെ എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം, അല്ലേ? നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. ഇതുപോലെ തന്നെ പിശാചിന്റെ ഒരു പ്ലാൻ ഉണ്ട്. ഈ സമൂഹത്തിലെ കൊള്ളരായ്മകളും എല്ലാം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് എന്താണ്, ദൈവത്തിൽ നിന്ന് അവനെ അകറ്റി വളരെ മോശമായ പ്രവൃത്തികൾ അവനെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ള അവന്റെ പ്രവൃത്തി, അവനെ നിത്യ നരകത്തിലേക്ക് അവനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് പിശാചിന്റെ പ്ലാൻ. മൂന്നാമത് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. ദൈവത്തിന് എന്താണ് പ്ലാൻ? എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിലുള്ള പദ്ധതിയല്ല, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നമ്മളെ കുറിച്ചെല്ലാം, നമ്മുടെ മക്കളെ കുറിച്ചെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. മക്കളെ, ആദ്യത്തെ 2 പദ്ധതിയും അവന് ദോഷം ചെയ്യും. എന്റെ പദ്ധതിയും, അല്ലെ, പിശാചിന്റെ പദ്ധതിയും എല്ലാം മക്കൾക്ക് ദോഷമായി മാറുമെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി എന്നും നിങ്ങളുടെ മക്കൾക്ക് നന്മയായി മാറും, അനുഗ്രഹമായി മാറും. ആ പദ്ധതികൾക്ക് നമുക്കൊന്ന് സമർപ്പിച്ചുകൂടെ? ആ പദ്ധതികൾക്ക് വേണ്ടി അവരെ യാഗം അർപ്പിച്ചുകൂടെ? ദൈവത്തിന് വിട്ടുകൊടുത്തുകൂടെ? ഒരു മനുഷ്യൻ അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, നമുക്കറിയാം, ഒരു മനുഷ്യനായ അബ്രഹാം അത് ചെയ്യാൻ തോന്നിയപ്പോൾ, ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ദൈവം വിലക്കി, ചെയ്യണ്ടെന്ന് പറഞ്ഞു, കൊല്ലണ്ട. പക്ഷേ പിതാവായ ദൈവം സ്വന്തം പുത്രനെ കാൽവരി ക്രൂശിൽ യാഗമർപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ പകരം ഒരു മൃഗത്തെ തിരക്കിയില്ല, മൃഗത്തിനെ തെരഞ്ഞെടുത്തില്ല. സ്വന്തം പുത്രനെ കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തവും നമ്മൾക്ക് വേണ്ടി ചിന്തി യാഗമർപ്പിച്ചു. പുത്രനിൽ മുഖം മറച്ചു കളഞ്ഞെന്നാണ്. അത്രയും വലിയ സ്നേഹമാണ് ദൈവം കാണിച്ചത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടൊപ്പം സകലവും നിങ്ങൾക്ക് നൽകുകയില്ലേ എന്നാ വചനം പറയുന്നത്. നമുക്ക് സകലവും നൽകും. ഇതിൽ കൂടുതൽ എന്താ നമുക്ക് തരാനുള്ളത്? പിതാവായ ദൈവം അത് കാണിച്ചു. ലോകത്ത് ഒരു മനുഷ്യനും അത് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ദൈവം അത് ചെയ്തു കാണിച്ചു. അത്ര വലിയൊരു മാതൃകയായ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്ന, ആ ദൈവത്തിലെ നമ്മൾ ആശ്രയിക്കുന്നത് മക്കളെ. അല്ലെ, അവസാനത്തുള്ള രക്തം യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ശൂലം കൊണ്ട് കുത്തുമ്പോൾ ആദ്യം ബ്ലഡ് വന്ന് പിന്നെ വരുന്നത് വെള്ളമാണ്. അല്ലേ, നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഈ കുരിശിന്റെ വഴിയൊക്കെ നടത്തുമ്പോൾ വെള്ളം. ഇനി ആ ശരീരത്തിൽ ചിന്തുവാൻ ഒരു തുള്ളി രക്തം പോലും ഇല്ലാതെ എന്നതിന് തെളിവായിരുന്നു അത്. അതുപോലെ നമുക്ക് നമ്മുടെ മക്കളെ ഹൃദയം കൊണ്ട് ദൈവത്തിന് സമർപ്പിക്കാം. നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കണം, ദൈവമേ, എന്റെ പദ്ധതിയോ ഒന്നും ഇവന്റെ ജീവിതത്തിൽ നടക്കരുത്. നിനക്കുള്ള പദ്ധതി, നിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഈ മകനെ ഇന്ന് സമർപ്പിക്കുന്നു. ദൈവത്തിന് സമർപ്പിച്ചാൽ, ദൈവത്തിന് വിട്ടുകൊടുത്താൽ അവരുടെ കാര്യത്തിൽ പിന്നെ ദൈവം ശ്രദ്ധാലുവായിരിക്കും. നമുക്കറിയാം, നമ്മുടെ അച്ഛനും സിസ്റ്റേഴ്സും ഒക്കെ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനൊരു യാഗാർപ്പണം പോലെ സംഭവങ്ങളുണ്ട് എല്ലാം, അല്ലെ? ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു സംസ്കാര ശുശ്രൂഷ പോലെ തന്നെ ചില കർമ്മങ്ങളൊക്കെ ചെയ്യും. പിന്നെ അപ്പനും അമ്മയും കൊണ്ട് കൈപിടിച്ച് സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തരും. പിന്നെ വീടുമായിട്ടൊന്നും ഒരു ബന്ധമില്ല, ഒരു പൂർണ്ണ സമർപ്പണമാണ്, സമർപ്പിക്കുകയാണ് നമുക്ക് വേണ്ടി. ആ സമർപ്പണം ചെയ്ത മക്കളാണ് ഇവരെല്ലാം. ഈ ഒരു സമർപ്പണം നമുക്ക് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായാലുണ്ടല്ലോ, അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും. നമ്മളുടെ പ്ലാന് വേണ്ടി അടിച്ചേൽപ്പിക്കുകയാണ്, അവരെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ നല്ല പേരൻസായി മാറുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇനി നമ്മുടെ കുട്ടികളെല്ലാവരും ക്ഷീണിച്ചോ? ക്ഷീണിച്ചല്ലേ? നമുക്ക് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, ക്ഷീണിച്ചെങ്കിൽ നമ്മളൊരു പെപ്സി തരട്ടെ കുടിക്കാൻ? പെപ്സി കുടിക്കാവോ? ഓക്കെ, പെപ്സി ക്ലബ് കുടിക്കാം. റെഡി? കൈ അടിച്ചാലും പെപ്സി. ഞാൻ ഒരു കൈയടിക്ക് ഒരു ആക്ഷൻ കാണിക്കണം കേട്ടോ. ഒരു കൈ അടിക്കുമ്പോ പെപ്സി എടുത്ത് കൈ പിടിക്കണം. പിടിക്കുവോ? ശരി. 1 പിടിച്ചോ? അടി പൊട്ടിച്ചേ, പിടിച്ചോ? അടി
പൊട്ടിക്കുമ്പോ ഗ്യാസ് പോത്തില്ലേ? പോട്ടെ. ആ ആ ഇനി നമ്മള് സ്പീഡിൽ ചെയ്യത്. ആ അടിക്ക്, കുടിക്ക്, കുടിച്ചോ? ആ ഇനി ഒരു അടി കഴിച്ചേ. ഉണ്ടോ? പോയില്ലേ? ഗ്യാസ് പോയില്ലേ? ഇനി നമുക്ക് സ്പീഡിൽ ചെയ്യാം. 1 2 പെപ്സി ക്ലബ് ദോസ് റെഡി. 1 2 3 സ്റ്റാർട്ട്. സൗണ്ട് അപ്പ് ചെയ്ത്. ആ പൊട്ടിയാ. ആ മേലോട്ട് പൊങ്ങിക്കേ. ക്ഷീണം മാറിയോ? ക്ഷീണം മാറിയോ? ആ മാറിയില്ല. ഞാൻ അടുത്ത വേറെ തരാം. കേൾപ്പോ? ഓക്കെ മക്കളെ, നിങ്ങളെ കഴിഞ്ഞ ഞാൻ കുറച്ച് ടീച്ചേഴ്സിന്റെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഫുഡ് ക്രമീകരിക്കുന്നു, അല്ല പേരൻസ് പാത്രം കഴുകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധാലു അവരുടെ വിലപ്പെട്ട സമയം നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സിസ്റ്റർമാരും അച്ഛന്മാരും ടീച്ചേഴ്സും ഒക്കെ ഉണ്ട് അല്ലേ? അല്ലേ? അവർ വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമുക്കറിയാം, യൂദായിലെ ബത്ലഹേമേ, നീ യൂദായിലെ പ്രമുഖ നഗരങ്ങൾ ഒട്ടും താഴെയല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിലാണ് ഉത്ഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബത്ലഹേമിൽ യേശു ജനിച്ചപ്പം വഴികാട്ടിയായി തീർന്ന നക്ഷത്രമുണ്ട്. എല്ലാവരും വഴികാട്ടിക്കൊണ്ടുവരും. നക്ഷത്രം ഇങ്ങനെ വെച്ച് അല്ലേ രാജാക്കന്മാരെയൊക്കെ ആ ബത്ലഹേമിലേക്ക് കൊണ്ടുപോയാണ്, ആ കാലിത്തൊഴുത്തിലേക്ക് കൊണ്ടുപോയാണ്. വഴികാട്ടികളാണ്, യേശുവിലേക്കുള്ള വഴികാട്ടികളാണ് ഇവരെല്ലാം അല്ലേ? ആ കാലിത്തൊഴുത്തിലേക്ക് ആ പിറന്ന യേശുവിലേക്ക് കൊണ്ടുപോവുകയാണ് അവരെല്ലാം. ഇന്നത്തെ നമ്മുടെ തീം തന്നെ വെളിച്ചമാകുന്ന ദൈവം എന്നല്ലേ, BBSന്റെ ഒക്കെ അല്ലേ? വെളിച്ചമാകുന്ന ദൈവം അല്ലേ? ഓക്കെ, വെളിച്ചമായ ദൈവം. എന്ത് വെളിച്ചമാണ് അല്ലേ? നമ്മുടെ ഇരുട്ടിനെ എല്ലാം നീക്കിക്കളയുന്നതാണ് വെളിച്ചം അല്ലേ? എന്താണ് ഇവർ ചെയ്യുന്നത്? നമ്മുടെ മാതാപിതാക്കളായാലും ടീച്ചേഴ്സ് ആയാലും ചെയ്യുന്നത് ഇവരൊക്കെ ഒരു മെഴുകുതിരി നാളം പോലെയാണ്. മെഴുകുതിരി അറിയത്തില്ല മക്കളെ? മാതാപിതാക്കളൊക്കെ നമ്മൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യേണ്ടവര്, ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ടവരുമൊക്കെയാണ് ഇവരെല്ലാം. മെഴുകുതിരി അറിയത്തില്ലേ? സ്വയം ഉരുകി തീർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചമേകുകയാണ്. അവരുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. സ്വയം ഉരുകിയാണ് അവർ. മെഴുകുതിരി എങ്ങനാ ഉരുകിത്തീരുമ്പോഴും എന്തിനു വേണ്ടി ഉരുകുന്നു? മറ്റുള്ളവർക്ക് വെളിച്ചമേകുവാനായിട്ട് ഉരുകുകയാണ് എന്ന് പറഞ്ഞ പോലെ ഉരുകിത്തീർന്ന്. അതാണ് ക്രിസ്തീയത, ക്രിസ്തീയ അല്ലെങ്കിൽ ആത്മീയതയുടെ ലക്ഷ്യം അത് തന്നെയാണ്. നമ്മൾ ഉരുകിത്തീരുമ്പോഴും മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുക. അങ്ങനെ വഴികാട്ടിയായി നിങ്ങളെ യേശുവിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു ദൗത്യമാണ് ടീച്ചേഴ്സ് എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നത്. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ ഏറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങളുടെയൊക്കെ ഇടവകയിൽ ഒരുപാട് ആൾക്കാരൊക്കെയാണ്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ബൈബിളിലത്തെ ഒരു വേട എനിക്ക് ഓർമ്മ വന്നത്, ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവത്തിന്റെ രാജ്യം ദൈവം നിങ്ങൾക്ക് തരുവാൻ തിരുമനസ്സായിരിക്കുന്നു. ചെറിയ ആട്ടിൻകൂട്ടം എപ്പോഴും ദൈവം പ്രവർത്തിക്കുന്ന ചെറിയൊരു ഗ്രൂപ്പിലൂടെയാണ്. ബൈബിളിലെല്ലാം നോക്കിയാൽ മതി. ദൈവത്തിന് വലിയ ഗണമൊന്നും വേണ്ട, ദൈവത്തിന് ഗുണമുള്ള 2-3 മതി. ഗണത്തിലൊന്നും പ്രസാദിക്കുന്ന ദൈവമല്ലെന്നേ നമ്മുടെ ദൈവം, ഗുണത്തിൽ പ്രസാദിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ഗുണമുള്ള മക്കളായിട്ട് നിങ്ങൾ മാറട്ടെ. അതുകൊണ്ട് അപ്പൊ ദൈവരാജ്യം നിങ്ങൾക്ക് തരുവാൻ ദൈവം തിരുമനസ്സായിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്താണ്, മറ്റുള്ള ഇതിൽ വെച്ച് അപേക്ഷിച്ച് ഒരുപാട് അല്ലെ, ഇപ്പൊ നമ്മുടെ അറിയാം, നമ്മുടെ ആത്മീയതയും നമ്മുടെ വിശ്വാസവും എല്ലാം ഞങ്ങളുടെയൊക്കെ ഇടവകയിലാണ്. ഇവിടെ ഒന്നും അങ്ങനെ കാണത്തില്ലായിരിക്കും. നമ്മുടെ ആത്മീയതയും നമ്മുടെ വിശ്വാസവും എല്ലാം അജപാലക സമിതിയിലേക്ക് വരുന്നതിനും ഇടവക കമ്മിറ്റി വരുന്നതിനും ഒക്കെ അധികാരമോഹത്തിനു വേണ്ടിയായി മാത്രമായി മാറുന്ന ഒരു കാലഘട്ടമാണ് ഞങ്ങളുടെ അടുത്തൊക്കെ കാണുന്നത്. അതിനുവേണ്ടി ഗ്രൂപ്പിൽ തെരഞ്ഞെടുപ്പുള്ളപ്പോൾ കുറച്ചുപേർ പുതുമുഖങ്ങളെ കാണും. ഇവിടെ അങ്ങനൊന്നും കാണത്തില്ല. നമുക്ക് അങ്ങനെ മത്സരവും ബുദ്ധിയുള്ളവരല്ല ഇവിടെ. ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് ഗുണമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അതിനേറെ സന്തോഷമുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് നമ്മളിലേക്ക് യേശുവിലേക്കുള്ള വഴികാട്ടികളാണ്. അവരെയൊക്കെ നമ്മൾ ആദരപൂർവ്വം അവരുടെ സമയത്തെ അവരെ വളരെ ബഹുമാനത്തോടുകൂടി അവരനുസരിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മളിങ്ങനെ പോകുമ്പോൾ യേശുവിലേക്ക് കൊണ്ട് കാലിത്തൊഴുത്ത് അറിയാമല്ലോ. കന്നുകാലികളൊക്കെ ഉള്ള തൊഴുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കന്നുകാലികളുള്ള തൊഴുത്ത് കണ്ടിട്ടുണ്ടോ? പശുവൊക്കെ ഉള്ള തൊഴുത്ത് കണ്ടിട്ടുണ്ടോ? അതിന്റെ അടുത്തോട്ട് പോയാൽ എന്താ ഭയങ്കര വെരി ഗുഡ്, ഭയങ്കര നാറ്റം അവിടെ എന്റെ മക്കളെ. അപ്പൊ ആ നാറ്റമുള്ള ഒരു തൊഴുത്തിലാ യേശുവിനെ കിടത്തിയത്.
മോനെ യേശു വന്ന് അവിടെ കിടന്നപ്പോൾ എന്താ പറ്റിയെന്നറിയാവോ? പിന്നെ അവിടെ പൊന്നും മീറയും കുന്തിരിക്കങ്ങളുടെ സുഗന്ധമായിരുന്നു. സുഗന്ധം വരികയാണ് അവിടെ. യേശു നമ്മുടെ വിളി. അങ്ങനെ ഒരുപാട് നാറ്റമുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്ന് നമുക്കറിയാം. വ്യക്തിപരമായിട്ട് നമ്മളെ തന്നെ, ഈ ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചാൽ നമുക്കറിയാം, ഒരുപാട് നാറ്റമേറിയ അനുഭവങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളില് യേശു വന്ന് പിറന്നാൽ പിന്നെ അവിടെ സൗരഭ്യമായിരിക്കും, പിന്നെ അവിടെ സുഗന്ധമായിരിക്കും. ആ യേശു പിറക്കാൻ, അല്ലെ, യേശു പിറന്ന് ആനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ബാഹ്യമായിട്ടുള്ള ഒന്നിലും ദൈവം പ്രസാദിക്കുന്നില്ല. ഹൃദയങ്ങളെ നോക്കി പ്രസാദിക്കുന്ന ദൈവമാണ്. നമ്മുടെ നടപ്പും ഇരിപ്പും നമ്മുടെ മനോവിചാരങ്ങളും അവൻ അറിയുന്നുണ്ട്. കേട്ടോ? ശരി. അപ്പം അങ്ങനെ ആയി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പിന്നെ എൻ്റെ മക്കളെ, നിങ്ങളോട് പറയട്ടെ ഇനി ഒരു കാര്യം. നമ്മൾ വളർന്നത് അല്ലെങ്കിൽ ജനിച്ചത് പല വീടുകളിലാണ്. ചിലര് സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലുള്ളവരായിരിക്കാം, സാമ്പത്തികമായിട്ട് താഴ്ന്ന നിലയിലായിരിക്കണം, അല്ലെങ്കിൽ ചില മദ്യപാനത്തിന്റെ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുള്ള കുടുംബ പ്രശ്നങ്ങളും കുടുംബ പ്രോബ്ലം ഒക്കെ ഉള്ള ഫാമിലിയിലായിരിക്കാം നമ്മൾ ജനിച്ചു വളരുന്നത്, അല്ലെങ്കിൽ വളർന്നത്, അല്ലെങ്കിൽ ജനിച്ചത്. അല്ലേ? അത് നമ്മുടെ കുഴപ്പം കൊണ്ടാണോ? നമ്മുടെ കുഴപ്പം കൊണ്ടല്ല. നമ്മൾ പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു, അല്ലെങ്കിൽ നല്ലൊരു വീട്ടിൽ നമ്മൾ ജനിച്ചില്ല. ഇതൊന്നും നമ്മുടെ കുഴപ്പം കൊണ്ടാണോ? അല്ല. ഞാൻ പാവപ്പെട്ട ഒരു വീട്ടിൽ ജനിച്ചതാണ്. പക്ഷേ നമ്മൾ വളർന്ന് നമ്മൾ ജനിച്ചത് എവിടെയായിരിക്കുന്നത് നമ്മുടെ പ്രശ്നമല്ല, എവിടെയായിരുന്നത് നമ്മുടെ പ്രശ്നമല്ല. പക്ഷെ നമ്മൾ വളർന്ന് നമ്മൾ എങ്ങനെയായി മാറി, നമ്മുടെ അവസാനം ശുഭമായിരിക്കുന്നവൻ ഭാഗ്യവാനെന്നാണ്. നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയായി മാറി. മദ്യപിക്കുന്ന വീട്ടിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്നവൻ, അവൻ വളർന്നു വരുമ്പോൾ അവന് മദ്യപാനിയായി മാറണമെന്ന് തീരുമാനിക്കുകയും അവന്റെ ലൈഫ് അങ്ങനെ അവനത് ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ, അല്ലേ, മറ്റുള്ള നമുക്ക് വ്യത്യാസമുണ്ടോ? നമ്മൾ വളർന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളുള്ള വീടായിരിക്കും, നമ്മൾ ജനിച്ചത് വ്യത്യസ്ത സാഹചര്യങ്ങളുള്ള വീടായിരിക്കാം. പക്ഷേ നമ്മൾ വളരുന്നത്, നമ്മൾ മാതൃകയാക്കുന്നത് നമ്മളുടെ ജീവിത അവസാനം എങ്ങനെയാണ്, അതാണ് പ്രധാനം. അതിന് നിങ്ങളുടെ കുറ്റമാണ്. അത് നമ്മുടെ കുറ്റമല്ലാത്തതുകൊണ്ട്. നമ്മൾ ജനിച്ചത് നമ്മുടെ കുറ്റം അല്ല, അല്ലേ? ഇന്നടുത്ത് ജനിച്ചു എന്ന് നമ്മുടെ കുറ്റം കൊണ്ടല്ല. പക്ഷേ നമ്മൾ എങ്ങനെ വളർന്നു എന്നുള്ളത് നമ്മുടെ കുറ്റമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നല്ല മാതൃക കാട്ടി യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിന് വേണ്ടി സമർപ്പിച്ച്, ദൈവമേ, അല്ലേ, നമുക്കറിയാലോ യേശു തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? നമുക്കറിയാം, നമ്മുടെ ഇപ്പം ലൂർദ് മാതാ ദേവാലയമാണ്, മാതാവിന്റെ പേരുള്ള ദേവാലയമാണ് നിങ്ങളുടെ. മാതാവിനെ ഒരു ദൂതൻ വന്ന്, ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞ്, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ, നീ ഒരു പുത്രനെ ഗർഭം ധരിക്കും. ഒന്ന് ഓർത്തോണം നിങ്ങൾ, പുത്രന്റെ ഗർഭം ധരിക്കുമെന്ന് പറയുമ്പോൾ മാതാവ്, അല്ലേ, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്നുള്ളൊരു സമർപ്പണം ഉണ്ടായി മാതാവിന്റെ ജീവിതത്തിൽ. നോക്കണം മക്കളെ, നാളെ കല്ലെറിഞ്ഞു കൊല്ലപ്പെടും. യഹൂദ നിയമം അനുസരിച്ച് ഇങ്ങനെ ഗർഭം ധരിക്കുന്ന ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം. ആ കല്ലെറിഞ്ഞ് നാളെ കൊല്ലപ്പെടുമെന്ന് കണ്ടിട്ടും നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്നുകൊണ്ട് സമർപ്പിച്ച മാതാവിന്റെ പേരുള്ള ഒരു ദേവാലയത്തിൽ നമ്മളായിരിക്കുന്നത്. ഈ ഒരു സമർപ്പണമാണ് നമ്മുടെ സമസ്ത മേഖലയുണ്ടാകട്ടെ. യേശു കാൽവരി ക്രൂശിൽ ക്രൂശുമരണത്തിന്റെ ആ വേദന അവൻ അനുഭവിക്കുമ്പോൾ, അവൻ അത് മാനസികമായിട്ട് അനുഭവിച്ചപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കണമേ. എന്നിട്ട് അവസാനം പറഞ്ഞു, എന്നാലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ഈ ഒരുണ്ടല്ലോ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവത്തോട് പറയാം. എന്നിട്ട് അവസാനം നിങ്ങൾ പറയണം, എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം ആ വിഷയത്തിൽ നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ പറയാം, അല്ലേ? എല്ലാം പറഞ്ഞിട്ട് അവസാനം ദൈവത്തോട് പറയേണ്ട ഒരു ഏറ്റവും ബെസ്റ്റ് ഇഷ്ടം ദൈവത്തിൻ്റെതായിരിക്കും മക്കളെ. ആ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സമർപ്പിക്കാൻ, ദൈവത്തിന് സമർപ്പിക്കാൻ, നിങ്ങളുടെ മക്കൾക്ക് സമർപ്പിക്കാൻ നിങ്ങളുടെ മക്കളെ സമർപ്പിക്കാൻ കഴിയുമാറാട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.